ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഹാർദവമായി സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ന് വീണ്ടും സ്വിഗ്ഗി എന്ന് പറയുന്ന ഒരു ഡെലിവറി ജോബ് നമ്മൾ ഓടാൻ വേണ്ടി പോവാണ് കേട്ടോ. പലർക്കും അറിയാം, സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലിങ്കിറ്റ് ഉണ്ട്, ഷേഡ് ഓഫ് ഫാക്സ് ഉണ്ട്, സിബോയ് എന്ന് പറയുന്ന ഇഷ്ടംപോലെ ഡെലിവറി ജോബ്സ് ചെയ്യുന്ന ഡെലിവറി ജോബുള്ള ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ നമ്മൾ സൊമാറ്റോയിലും പോർട്ടർ എന്ന് പറയുന്ന അതിലും സൊമാറ്റോയിൽ സ്വിഗ്ഗിയിലൊക്കെ നമ്മളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓടാൻ പോകുന്നത് സ്വിഗ്ഗിയാണ്. കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഓടാൻ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര രൂപ കിട്ടും, എങ്ങനെ കിട്ടും, എത്ര ഓർഡർ കിട്ടും എന്നൊന്നും ഒരു പിടിയില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്വിഗ്ഗി നമുക്ക് എങ്ങനെയാണ് കൊള്ളാവോ, ഓടുമ്പോൾ എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഓടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ പണി നമുക്ക് സ്വിഗ്ഗിക്കാരന്മാർ ഇന്ന് നമുക്ക് തരും. അപ്പോൾ ആ പണികളെല്ലാം നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും കിട്ടും, അതുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തോടെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. സ്വിഗ്ഗി ഓടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം, സ്വിഗ്ഗിയോ സൊമാറ്റോ എന്ത് ഓടുന്ന ഇതേപോലെ ഡെലിവറി ജോബ് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ വീഡിയോ അയച്ചു കൊടുത്തോളൂ, അവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളോട് പോയിട്ട് വരാം. ഗൈസ്, നമ്മൾ ഈ കാണുന്ന വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. മൊത്തം ചെളിയായിട്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് മാത്രം ഒന്ന് കഴുകിയിട്ട് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് പോകാം. ഗൈസ്, അങ്ങനെ നമ്മളെ വണ്ടിയെല്ലാം കഴുകി കുട്ടപ്പനാക്കി വെച്ചാൽ കേട്ടോ. ഓരോരുത്തർ വീട്ടിൽ പോകുന്നില്ലേ ഫുഡ് കൊണ്ട്, അതുകൊണ്ട് നമ്മൾ വണ്ടിയെല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ബാഗ് എടുക്കുക, വെള്ളം എടുക്കുക, നമ്മുടെ മൊബൈൽ ഹോൾഡർ എടുക്കുക, എല്ലാം എടുക്കുക, സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ബാഗ് രണ്ടും കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ സൊമാറ്റോയുടെ ബാഗ് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ സ്വിഗ്ഗിയുടെ ബാഗ് ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കിവിടെ ചെറിയൊരു തുണിക്കച്ചവടമൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ബാഗിൻ്റെ അകത്ത് മൊത്തം കണ്ടോ വിൽക്കാനുള്ള തുണികളിരിക്കുക. നമുക്ക് ഇനി ഇതിനെ എടുത്ത് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഈ കാണുന്ന ബാഗ് എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം മാറ്റി നമുക്ക് ബാഗ് എടുക്കാം. പക്ഷേ അങ്ങനെ നമ്മൾ ബാഗ് എടുത്ത് കേട്ടോ. ബാഗിൻ്റെ അകത്തിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ബാഗ് എടുത്ത് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് പോലെയാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ കെട്ടിവെക്കുന്നത്. നമുക്ക് ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ സീറ്റിൻ്റെ അടിയിൽ നമ്മൾ 2 കെട്ട് നല്ല രീതിയിൽ കെട്ടി ഫുൾ സ്ട്രോങ് ആയിട്ട് വയ്ക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മളിതിൽ ചാരി ഇരിക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് നീങ്ങി പോകും. മറ്റേ നമ്മൾ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കും ചാരിയിരിക്കാം, നമുക്കും സുഖം, സന്തോഷം. ഇതേപോലെയൊക്കെ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകുന്നവർക്ക് അറിയാമായിരിക്കും. നമ്മളിതേപോലെ കുറേ നേരം വണ്ടിയിൽ ഇരുന്നിരുന്ന് വരുമ്പോൾ പിന്നെ ലാസ്റ്റ് മൊത്തം കുറുക്കുവേനയും ഫുള്ള് ഉപ്പാടായിരിക്കും. നമ്മൾ ലാസ്റ്റ് അങ്ങനെ നമ്മുടെ ബാഗെല്ലാം കെട്ടി ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് സന്തോഷം. നമുക്കിനി കുടിക്കാൻ വെള്ളം കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ വെള്ളം എടുത്തു. പിന്നെ നമുക്ക് വേണ്ടതാണ് റെയിൻകോട്ട്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഹോൾഡർ, പിന്നെ നമ്മുടെ പ്രധാന കാര്യങ്ങളെന്ന് വെച്ചാൽ കുറച്ച് കവറാണ് കേട്ടോ. കാരണം മഴ പെയ്യുമ്പോൾ നമ്മൾ പവർ ബാങ്കും എല്ലാം നമ്മൾ സുരക്ഷിതമായിട്ട് വെച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം. അല്ലാതെ നമുക്ക് വല്ല നഷ്ടം വന്നത് സ്വിഗ്ഗിക്കാരന്മാരൊന്നും നമുക്ക് തരാൻ പോകണില്ല. അങ്ങനെ നമ്മൾ പവർ ബാങ്കും എല്ലാം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ബാഗിൻ്റെ അകത്ത് വെച്ച് കേട്ടോ. ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഹോൾഡർ എന്ന് പറയുന്നത്. മറ്റേ മൊബൈൽ ഹോൾഡർ എനിക്ക് വയ്ക്കാൻ പേടിയായതുകൊണ്ടാണ് ഞാൻ അത് വയ്ക്കാത്തത്. കാരണം ചിലപ്പോൾ കട്ടറിലൊക്കെ ഇറങ്ങുമ്പോൾ പൊട്ടിപ്പോവോ അങ്ങനെ. പക്ഷേ ഇതാണെങ്കിൽ ഇത് റിസ്ക് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നല്ല വെയിലല്ല. ഈ വെയിലടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇരിക്കുന്നത് ഒരുമാതിരി മറ്റേ ഷീറ്റ് പോലത്തെ ഇതായതുകൊണ്ട് നല്ല രീതിയിൽ ഫുള്ള് ഹീറ്റാവും. അതുകൊണ്ട് നമുക്ക് എന്നാലും ഏത് സാധനവും റിസ്ക് തന്നെയാണ്. നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ട, അങ്ങനെയല്ലേ. അങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന സാധനമാണ് നമ്മൾ മഴയത്ത് വയ്ക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അത് മൊബൈലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതും അവിടെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ അകത്ത് വയ്ക്കാനുള്ള എല്ലാം വെച്ചു, എല്ലാം ഫുൾ അങ്ങനെ സെറ്റാക്കി കേട്ടോ. ഇനിയാണ് നമ്മുടെ പ്രധാന പരിപാടി, ഒന്ന് കുളിക്കണം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് കേട്ടോ. പെട്ടെന്ന് തന്നെ ഡ്രസ്സും മാറ്റി. ഇതാണ് നമ്മുടെ സ്വിഗ്ഗി യൂണിഫോം. എങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ നമ്മൾ പോവാണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, നമ്മൾ ഒരുങ്ങി കേട്ടോ. ഇനി നമ്മൾ അടുത്ത് നേരെ പോകണം. നമ്മുടെ നെയ്യാറ്റിൻകര ഇറാനി ലൊക്കേഷനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് 11 മണി മുതൽ 4 മണി വരെയാണ് നമ്മൾ ഓടാൻ പോകുന്നത്. 11 മണി ഇപ്പോൾ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ 11 മണിയാകുമ്പോൾ നമ്മൾ ഓണാക്കിയിട്ട് നമ്മൾ നേരെ ഇറാനിലായിരിക്കും പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. പക്ഷേമാരെ നമ്മളങ്ങനെ ഇറാനിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ നെയ്യാറ്റിൻകരയുള്ള ഇറാനി. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ 3 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോഴും ഇറാനിൽ തന്നെ നിൽക്കുന്നത്. മൊത്തം 150 രൂപ കിട്ടിയിട്ടുള്ളൂ. എന്തുകൊണ്ട് നഷ്ടമാണ്. കാരണം നമ്മൾ ഒരുപാട് ദൂരം പോയിട്ടും നമ്മൾ ഓടായിരുന്നിട്ട് ഓടിയത് കൊണ്ട് എമൗണ്ട് കറക്റ്റ് കിട്ടുന്നില്ല. നമ്മൾ അടുത്തൊരു ഓർഡർ അടിച്ച് നിൽക്കുകയാണ്. അതും ഏകദേശം 9 കിലോമീറ്റർ ഉണ്ട്. കിട്ടിയത് വെറും 50 രൂപയാണ്. എന്തായാലും അതും എടുത്ത് കൊടുത്തിട്ടൊക്കെ നോക്കാം. പക്ഷേ നമ്മളങ്ങനെ സ്വിഗ്ഗി ഓടാനൊക്കെ പോയിട്ട് കുറച്ച് ഓർഡറൊക്കെ കൊടുത്തിട്ട് നമ്മളവിടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എടുക്കാത്തത് കാരണം നമ്മൾ ഇത് എല്ലാം കൂടെ വരുമ്പോൾ മൊബൈൽ ഫുള്ള് ഹാങ് ആയി ചത്ത് നിൽക്കുക. അതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഓടിയപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചത് 50 രൂപയുടെ ഓർഡറാണ് കേട്ടോ. ഞാൻ ഇന്ന് വെച്ച് പറഞ്ഞു തരാം എന്താണ് അങ്ങനത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കുറേ ദിവസം നമ്മൾ സ്വിഗ്ഗിയിലായിക്കോട്ടെ ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഓടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള ഇൻസെൻറ്റീവ് അവർ കട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള ഓർഡർ പേയും കട്ട് ചെയ്യും, എല്ലാം കട്ട് ചെയ്യും. കാരണം നമുക്ക് 5 കിലോമീറ്ററിനകത്ത് എത്ര കിലോമീറ്റർ ഓടിയാലും 5 കിലോമീറ്റർ അകത്ത് എത്ര കിലോമീറ്റർ പോയാലും 25 രൂപ കിട്ടും. പക്ഷേ
നമ്മൾ ഓടായിരുന്നിട്ട് ഓടിക്കഴിഞ്ഞാൽ 5 അല്ല 10 അല്ല 20 കിലോമീറ്റർ ആയിരുന്നാലും വെറും 25 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം നഷ്ടത്തിൽ വേണം നമ്മൾ ഇറങ്ങാതിരുന്നിട്ട് പിന്നെ ഇറങ്ങുമ്പോൾ നഷ്ടത്തിൽ വേണം നമ്മൾ ഓടാൻ. അങ്ങനെ നമുക്കിന്ന് ഏകദേശം 50ൻ്റെ ഒരു ഓർഡർ, അല്ലാതെ മൾട്ടി ഓർഡർ അടിച്ചു അങ്ങനെ ഒരു 100 രൂപ, അല്ലാതെ വീണ്ടും ഒരു മൾട്ടി അടിച്ചു അങ്ങനെ വീണ്ടും 100 രൂപ, അല്ലാതെ 250 അടിച്ചു കേട്ടോ. മൊത്തം നമുക്ക് 350 രൂപയാണ് നമുക്ക് കിട്ടിയത്. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പോലെ നല്ല എമൗണ്ട് കിട്ടുമായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ലാസ്റ്റ് എനിക്കൊരു ഓർഡർ അടിച്ചു 16 പോയിൻറ്റ് സംതിങ് കിലോമീറ്റർ 25 രൂപയ്ക്ക്. ചാർജും കൂടെ കിടക്കുന്നത് 50 രൂപ. ഞാൻ ലാസ്റ്റ് റിജക്ട് ചെയ്തിട്ട് നേരെ വീട്ടിൽ വന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു സമയം നമ്മൾ ജോലിക്ക് പൊയ്ക്കൊണ്ട് നിന്നിട്ട് നമ്മളെ പോകാതിരുന്നിട്ട് വീണ്ടും പൊയ്ക്കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയതും കൂടെ അവരില്ലാതാക്കിയിട്ടേ പിന്നെ തരത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരെ നമുക്ക് കിട്ടിയ എമൗണ്ട് എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ നിങ്ങൾ ഈ കാണുന്നതില്ലേ, ഈ കാണുന്ന 50 രൂപയാണ് കേട്ടോ. 50 രൂപയെന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് ഫസ്റ്റ് അടിച്ച ഓർഡർ നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് നമുക്ക് കൊറ്റാമത്ത് കൊടുക്കാനാണ്. എങ്ങനെ പോലും നല്ല കിലോമീറ്റർ ഉണ്ട്, 8 കിലോമീറ്റർ മുകളിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കിട്ടിയത് 50 രൂപയാണ്. എന്ന് വെച്ചാൽ ചാർജും കൂടെ കിടക്കുന്നത് കാരണം 50 രൂപ കിട്ടി, ഇല്ലെങ്കിൽ 25 രൂപയുള്ളൂ. അടുത്ത് കിട്ടിയത് നിങ്ങൾ ഈ കാണുന്ന ഓർഡറാണ് 100 രൂപയുടെ ഓർഡർ. അത് നമുക്ക് അടിച്ചത് മൾട്ടി ഓർഡറാണ് കേട്ടോ. 2 ഓർഡർ ഒരുമിച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ 2 ഹോട്ടലിൽ പോയിട്ട് 2 കസ്റ്റമറിന് കൊടുക്കണം, അങ്ങനെ നമുക്ക് അടിച്ചതാണ്. അടുത്ത ഓർഡർ അടിച്ചത് വീണ്ടും 50ൻ്റെയാണ്. ഈ 50ൻ്റെത് നമുക്ക് ചില ഓർഡർ അടിച്ച സമയത്ത് നമുക്ക് ഒരു കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ചില ഓർഡർ ആണെങ്കിൽ 7 കിലോമീറ്റർ 9 കിലോമീറ്റർ, ഒരു മൾട്ടി ഓർഡർ 100 രൂപയ്ക്ക് കൊണ്ടു കൊടുത്തപ്പോൾ ഏകദേശം 10 കിലോമീറ്റർ മുകളിലുണ്ടായിരുന്നു. എന്തുകൊണ്ടും നഷ്ടമാണ്. പിന്നെ എന്തായാലും ഇറങ്ങിയത് കാരണം നമുക്ക് മൊത്തത്തിൽ അവർ പണി ഇട്ടേ തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിപ്പോൾ കിട്ടിയത്. അങ്ങനെ വീണ്ടും അടുത്തൊരു 100ൻ്റെത് കിട്ടി, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ. അടുത്ത് കിട്ടിയത് ഒരു 50 കിട്ടിയത്. അടുത്ത് വീണ്ടും ഒരു 50 കിട്ടി. അങ്ങനെ നമുക്ക് ടോട്ടൽ ഇന്ന് കിട്ടിയത് 350 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര മണിക്കൂർ ഓടി, എത്ര രൂപയ്ക്ക് ഓടി, എത്ര ഓർഡർ എടുത്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോക്സാണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ എത്ര രൂപയ്ക്കാണ് ഓടിയത്, എത്ര മണിക്കൂർ ഓടി. നമ്മൾ ഏകദേശം 11 മണി മുതൽ 3:30 വരെ നമ്മൾ ഓടി കേട്ടോ. ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് 12 to 4 ആണെങ്കിൽ അരമണിക്കൂർ ബ്രേക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ 11:30ക്കാണ് ഓൺ ചെയ്യണമെങ്കിൽ 4 മണി വരെ നിൽക്കണം. അതുപോലെ തന്നെ 11 മണിക്കാണ് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് 3:30 വരെ നിന്നാൽ മതി. അപ്പോൾ അങ്ങനത്തതാണ് ഈ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് നമ്മളെടുത്ത എത്ര ഓർഡറിൻ്റെ എണ്ണമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓർഡർ നമ്മൾ റിജക്റ്റ് ചെയ്തു. സംഭവം ഞാൻ പറഞ്ഞില്ലേ 16 പോയിൻറ്റ് സംതിങ് കിലോമീറ്റർ 50 രൂപയ്ക്ക് ആര് പോകാനാ, ഒരു പൊട്ടനും പോകത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് അതിൻ്റെതാണ് നമ്മൾ എത്ര ഓർഡർ എടുത്തെന്നുള്ളതിനെ കുറിച്ചാണ്, എവിടെ നിന്നൊക്കെ ഓർഡർ എടുത്തു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ റിജക്റ്റ് ചെയ്തു, അല്ലാതെ നമ്മൾ വന്ന ബാക്കി ഓർഡറെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്ന ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് ക്യാഷിൻ്റെ ആണ് കേട്ടോ. 2000 സംതിങ് രൂപ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ കുറേ ദിവസം മുമ്പ് കിട്ടിയതാണ്. ഞാൻ കഴിഞ്ഞ കുറേ മാസം മുമ്പാണ് ഞാൻ ഓടിയത്. അപ്പോൾ ആ സമയത്ത് കിട്ടിയ ഫ്ലോട്ടിംഗ് ക്യാഷിൻ്റെ രൂപയാണ് ഇതിൽ കിടക്കുന്നത്. ഇതിൻ്റെ താഴെ 3000 സംതിങ് കിടക്കുന്നുണ്ടല്ലോ. ഈ 3000 സംതിങ്ങാണ് നമ്മളെ കയ്യിൽ വെച്ചിരിക്കുക. എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഫ്ലോട്ടിംഗ് ക്യാഷ് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന 3000 സംതിങ് ഇത്ര രൂപ നമ്മൾ കയ്യിൽ വെച്ചിരിക്കാം. പക്ഷേ ബാക്കി വരുന്ന നമ്മളിപ്പോൾ ഇന്ന് ഓടി നമ്മൾ 500 രൂപയ്ക്ക് ഓടി, ഈ 500 എടുത്തിട്ട് ഈ 3000 നിന്ന് അവർ കുറയ്ക്കും. ഇപ്പോൾ നമുക്ക് എത്ര രൂപയാണ് നമ്മൾ അവർക്ക് കൊടുക്കുക, 2000 സംതിങ് കിടക്കുന്ന അവർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ 2000 സംതിങ്ങിന് അവർ 500 രൂപ കുറയ്ക്കും. പക്ഷേ ഇന്ന് പോയപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഏകദേശം 170 രൂപ വെച്ച് 2 വീട്ടിൽ നിന്ന് ഫ്ലോട്ടിംഗ് ക്യാഷ് അടിച്ചായിരുന്നു. അല്ലാതെ ഒരു 20 രൂപ ടിപ്പ് കിട്ടി. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. എന്നാലും നഷ്ടമാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ഇന്ന് പോയിട്ടുള്ള കുറച്ചിടത്തെ കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചു തന്നത്. ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബാക്കി നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തും എല്ലാം കൂടി നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പോയിട്ട് വന്നതിൻ്റെ ക്ഷീണത്തിലാണ് ബാക്കി വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് സംസാരത്തിലും എല്ലാത്തിലും ചെറിയ ചെറിയ പെശപ്പുള്ളത്. എല്ലാവരും ക്ഷമിക്കുക. ഇത്ര പേര് വെയിലത്തൊക്കെ പോയതല്ലേ, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ ജോലിക്കും അതിൻ്റെ രസമുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ പോയിട്ട് വന്നിട്ട് ബാക്കിയാണ് നമ്മൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇനിയും നമ്മൾ സൊമാറ്റോ നമ്മൾ ഓടുന്നുണ്ട് കേട്ടോ. സൊമാറ്റോയുടെ ബാഗ് അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചും സൊമാറ്റോയെക്കുറിച്ചും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ ഒരു ദിവസം സൊമാറ്റോ ഓടിയിട്ട് കാണിച്ചു തരും. സൊമാറ്റോ ഓടിയ ഫുള്ള് നഷ്ടമാണ്. കാരണം എങ്ങനെ പോയാലും ഒരു 500 രൂപ പെട്രോൾ ആവും നമുക്ക് നെയ്യാറ്റിൻകര ഓടാൻ വേണ്ടി. വലിയ എമൗണ്ട് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. എല്ലാത്തിനും നമ്മൾ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.